അപ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്ന ആശയമാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾ ഒരു പുതിയ ആശയമാണ്, പുതിയ ഒരു ചിന്താഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ പൗരോഹിത്യം വിളിച്ച ഒരു പേരാണ് വഹാബി എന്ന് പറയുന്നത്. സ്വീകാര്യമായ ഒരു പേരല്ല, അല്ല, നമ്മളത് അംഗീകരിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല നമ്മുടെ ആശയ സ്രോതസ് എന്ന് പറയുന്നത്. സൗദി അറേബ്യയിൽ നിന്നുള്ള സ്വാധീനമുണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആ സ്വാധീനമുണ്ട്, അതേപോലെ ഈജിപ്തിൽ നിന്നുള്ള സ്വാധീനമുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രചരണമാണ് ഈ അക്രമം, കൊല, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊന്നത്. പുറത്തിറക്കുന്ന ഗ്രന്ഥമാണ് താരിഖ് മംലക്കത്തിൽ അറബിയത്തി സഊദിയ. ഉമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുരുന്നുകളെ കശാപ്പ് ചെയ്തു. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആള് സലാം വിട്ടാൻ സമയം കൊടുക്കാതെ റുക്കൂയിലും സുജൂദിലും ഇട്ട് കൊന്നുകളഞ്ഞു. ശുദ്ധ മക്കയിലേക്ക് പ്രവേശിച്ചു. പരിപാവനമായ കാബയിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടങ്ങിയ അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. ഈ മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് പറഞ്ഞ് ഇവരെക്കാളൊക്കെ വലിയ പണ്ഡിതർ, അതിനെപ്പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അന്ധമായി സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പള്ളികൾക്ക് മുമ്പിൽ സ്ത്രീകൾക്ക് സൗകര്യം എന്നുള്ള സ്ത്രീകൾ എന്നുള്ള ബോർഡ് ഉണ്ടാവും. പക്ഷേ സുന്നികളുടെ പള്ളിയുടെ മുമ്പിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്ന് പ്രത്യേകമായി ഒരു ബോർഡ് വെച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സൗകര്യം, ഇങ്ങനെ പല വിഷയങ്ങൾ. ഇവിടെ പുതിയ ആചാരം എന്ന് മുജാഹിദികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, എന്താണ് മുജാഹിദികൾ പുതിയതായി ഉണ്ടാക്കുന്നത്? കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി, കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നാണ് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുജാഹിദ് മൗലവിമാരുടെ മാതൃകാ പുരുഷനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ മുജാഹിദ് മൗലവിമാരും അവരുടെ നേതാക്കളൊക്കെ. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട റഷീദുൽ റിള, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു എന്നിവരിൽ നിന്നുമൊക്കെ കേരളത്തിലെ മുജാഹിദിൻ്റെ സ്ഥാപക നേതാവായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ച പുതിയ ഒരു ആശയധാരയിൽ നിന്നാണ് ഐക്യസംഘം രൂപപ്പെട്ടതും അത് പിന്നീട് പരിണമിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനം. അവരുടെ ആദ്യകാലത്തെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആധുനിക കാലത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ രക്തച്ചാലുകൾ തീർത്ത ആക്രമണങ്ങളെക്കുറിച്ചും പടയോട്ടത്തെക്കുറിച്ചുമൊക്കെ പുറം ലോകം അറിഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്തെ മുജാഹിദ് മൗലവിമാർ ഇബ്നു അബ്ദുൽ വഹാബിനെ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ എഴുതി വെച്ച രേഖകൾ കാണുമ്പോൾ ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളാനും വയ്യാത്ത ഒരു അവസ്ഥയിലാണിപ്പോൾ. ഈ ഒരു പ്രതിസന്ധിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മുജാഹിദ് നേതാക്കന്മാരും മൗലവിമാരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. സൗദിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഗ്രന്ഥങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല ചരിത്ര ഗ്രന്ഥങ്ങളും നെഹ്റുവും ഗാന്ധിജിയും അടക്കമുള്ള മഹത് വ്യക്തിത്വങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഈ രക്തച്ചാലുകൾ തീർത്ത പടയോട്ടത്തെക്കുറിച്ച്. മനുഷ്യത്വരഹിതമായ ക്രൂരമായ മർദ്ദനങ്ങളെക്കുറിച്ചും കൂട്ടക്കുരുതിയെക്കുറിച്ചൊക്കെ അത്തരത്തിലുള്ള പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആധുനിക സമൂഹം അതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഇബ്നു അബ്ദുൽ വഹാബിനെ ഇവർക്ക് സ്വീകരിക്കാൻ കഴിയുക? തള്ളിപ്പറയുകയില്ലാതെ വേറെ നിവൃത്തിയില്ല. എന്നാൽ ഇവരുടെ സ്ഥാപക നേതാക്കൾ എഴുതി വെച്ച കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പൂർണ്ണമായിട്ടും തള്ളാനും വയ്യ. അത്തരം വലിയ ഒരു ഗതികേടിലാണ് ഇന്ന് മുജാഹിദ് മൗലവിമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അവരുടെ ആദർശ ആചാര്യനായ, അവരുടെ മാതൃകാ പുരുഷനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയാൻ ഒരു മൗലവിയും മുന്നോട്ട് വരേണ്ടതില്ലല്ലോ. ഇപ്പോൾ ഇതാ KNM സംസ്ഥാന സെക്രട്ടറി ഹനീഫ കായക്കൊടി റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ വെച്ച് ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയുന്ന, ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ അതേ അഭിമുഖത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇബ്നു അബ്ദുൽ വഹാബിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇയാൾ. ആ അഭിമുഖത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പടയോട്ടത്തെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിൻ്റെ അവതാരകൻ ചോദിക്കുമ്പോൾ അത് സുന്നികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചില ആക്രമണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, ആ ഇബ്നു അബ്ദുൽ വഹാബിനെ വലിയ നവോത്ഥാന നായകനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ അഭിമുഖത്തിൽ ഹനീഫ കായക്കൊടി വലിയ കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സുന്നികളുടെ മേൽ വലിയ ആരോപണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ആ അഭിമുഖത്തിൽ അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അയാൾ പറഞ്ഞ കളവുകളും വ്യാജ പ്രചരണങ്ങളുമൊക്കെ ഒന്ന് തുറന്നു കാട്ടുക, ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ യഥാർത്ഥ മുഖമെന്താണെന്ന് തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരമൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും കാണുക. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ തനി നിറം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ആദ്യം ഹനീഫ കായക്കൊടി ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളുന്ന ആ ഒരു രംഗം നമുക്കൊന്ന് കാണാം. കേരളത്തിലെ മുജാഹിദുകളെ വഹാബികളെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്നും സലഫികളെന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ മുജാഹിദ് വിഭാഗത്തെ വിളിക്കാൻ ഇതിൽ ഏത് പേരായിരിക്കും വളരെ ആപ്റ്റായ ഒരു പേര് പറയുകയാണെങ്കിൽ? ഓരോ പേരും ഓരോ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സലഫികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവികരായ ആളുകൾ, അതായത് ഉത്തമ നൂറ്റാണ്ട് എന്ന് നമ്മൾ പറയും. അതായത് പ്രവാചകൻ ജീവിച്ച നൂറ്റാണ്ട്, പിന്നെ അതിനടുത്ത തലമുറ, പിന്നെ അതിനടുത്ത തലമുറ, ഈ 3 തലമുറ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെ പിൻപറ്റുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് സലഫികൾ എന്ന് വിളിക്കുന്നത്. ഇസ്ലാഹി എന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം എന്നറിയപ്പെടാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. ഇവിടെ മുജാഹിദുകൾ നടത്തിയ നവോത്ഥാന പ്രവർത്തനം, നമുക്കറിയാം 1920-കൾ മുതലാണ് ഈ ഒരു സംഘടിതമായ നവോത്ഥാന പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്. ആ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഒരു പേര് മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മൾ വിളിക്കുന്നത്. മറ്റൊന്ന് വഹാബികൾ എന്നത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപമായി ആളുകൾ പറയുന്നതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനം, അത് ഇന്നത്തെ സൗദി അറേബ്യയെ രൂപപ്പെടുത്തുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി മരണപ്പെട്ടല്ലോ, അവിടുത്തെ ഭരണകൂടം ആൽ സൗദ് എന്നും അവിടുത്തെ പണ്ഡിതന്മാർ ആൽ ഷെയ്ഖ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ആൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്ന ആശയമാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾ, ഒരു പുതിയ ആശയമാണ്, പുതിയ ഒരു ചിന്താഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ പൗരോഹിത്യം വിളിച്ച ഒരു പേരാണ് വഹാബി എന്ന് പറയുന്നത്. സ്വീകാര്യമായ പേരല്ല, അല്ല, നമ്മൾ അംഗീകരിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല നമ്മുടെ ആശയ സ്രോതസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ സംസാരം കേട്ടാൽ തോന്നുന്നത് എന്താണ്? ഇബ്നു അബ്ദുൽ വഹാബിനെ ഇവർ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല എന്നതാണ്. വഹാബി എന്ന പേര് അത് ആക്ഷേപിച്ച് വിളിക്കുന്നതാണ്, അത് മുസ്ലിയാക്കന്മാരോ അല്ലെങ്കിൽ സമസ്തക്കാരോ ഒക്കെ ആക്ഷേപിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് എന്ന തരത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത്. സത്യത്തിൽ വഹാബി എന്ന പേര് സമസ്തക്കാരല്ല വിളിച്ചത്. സമസ്ത എന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ മുജാഹിദ് നേതാക്കളെ വഹാബികളെന്ന് ആദ്യകാലം തന്നെ വിളിച്ചിരുന്നു. അത് ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വക്കം അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ പണ്ടേ വഹാബി ആയിരുന്നു എന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താ? ഇബ്നു അബ്ദുൽ വഹാബിനെ അല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇതേ അഭിമുഖത്തിൽ കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബിനെയും സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് വൈരുദ്ധ്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇബ്നു അബ്ദുൽ വഹാബിനെയും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അതേപോലെ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനും അയാളെ വലിയ മാതൃകാ പുരുഷനാക്കാനും നവോത്ഥാന നായകനാക്കാനും ഒക്കെ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അതിനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ചും അദ്ദേഹം രൂപീകരിച്ച ആ വഹാബിസത്തെക്കുറിച്ചൊക്കെ ഇവരുടെ തന്നെ സ്ഥാപക നേതാക്കൾ എന്താണ് പറയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഐക്യസംഘമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയതെന്നും ആ ഐക്യസംഘം ഉണ്ടാക്കാൻ പ്രേരണയായത് ഇബ്നു അബ്ദുൽ വഹാബാണെന്നൊക്കെ ഇവർ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ അഭിമുഖത്തിനൊക്കെ കാലങ്ങൾക്ക് മുമ്പേ സുന്നി പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതൊന്നും ആദ്യത്തെ സംഭവമല്ലല്ലോ. അപ്പോൾ കാലങ്ങൾക്ക് മുമ്പേ തന്നെ സുന്നി പണ്ഡിതന്മാർ ഇതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ചൊരു മറുപടി പറയേണ്ട കാര്യമില്ല. SYSൻ്റെ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ റഹ്മത്തുള്ള സഖാഫി എളമരം മുമ്പ് നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. കൃത്യമായ മറുപടിയാണ് ആ പ്രസംഗത്തിലൂടെ റഹ്മത്തുള്ള സഖാഫി എളമരം നടത്തുന്നത്. ആ പ്രസംഗത്തിൽ ഇവരുടെ സ്ഥാപക നേതാക്കൾ വഹാബിസത്തെക്കുറിച്ച് ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് റഹ്മത്തുള്ള സഖാഫി എളമരം കൃത്യമായി വായിക്കുന്നുണ്ട്. ആദ്യം അതൊന്ന് കാണാം. ആ കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ ഉത്ഭവം, അത് സംഘടിക്കാൻ പ്രേരകമായ ആശയം എന്താണ്? അത് നജദിൽ ഉടലെടുത്ത വഹാബി പ്രസ്ഥാനമാണ് എന്ന് അവർ തന്നെ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പേരിൽ അവർ പുറത്തിറക്കിയ ഈ ചെറിയ പുസ്തകത്തിന്റെ 13-14 പേജുകളിൽ ഇങ്ങനെ കാണാം. എന്നാൽ ലോകത്തിൽ വൻ വിപ്ലവങ്ങൾ പലതും ഒറ്റപ്പെട്ട വ്യക്തികളിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത്. മുസ്ലിം ലോകത്താകമാനം വിശ്വാസപരവും വിജ്ഞാനപരവുമായ കൂരിരുട്ട് തളം കെട്ടി നിൽക്കുകയും ഇതര ജനവിഭാഗങ്ങളെല്ലാം അവരെ അവജ്ഞയോടെ വീക്ഷിക്കുകയും ചെയ്ത ആ ദുർഘട സന്ധിയിലാണ്
ഒരു വെള്ളി നക്ഷത്രം ഉദയം ചെയ്യുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുസ്ലിം ലോകത്താകമാനം ഇന്ന് വിശ്വാസ, വിജ്ഞാന, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ അലയടിക്കുന്ന പുതിയ ചൈതന്യത്തിന്റെ ഉത്ഭവ കേന്ദ്രം ഈ പരിഷ്കർത്താവത്രേ. ഈ പരിഷ്കർത്താവിന്റെ ആശയമാണ് ഇന്ത്യയിലും വിശിഷ്യ കേരളത്തിലും ഈ നവോത്ഥാന വിപ്ലവങ്ങൾക്ക് ആക്കം കൂട്ടിയതല്ലെങ്കിൽ തുടക്കം കുറിച്ചത് എന്നാണ്. കേരളത്തിൽ സംഘടിതമായ ഇസ്ലാഹി പ്രവർത്തനം 1922 കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പിറവിയോടെയാണ് ആരംഭിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ KM സീതി സാഹിബ് തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ പ്രാദേശികമായി രൂപം കൊണ്ട ഈ സംഘടന കേരളാടിസ്ഥാനത്തിൽ പുരോഗമനവാദികളുടെ ചിന്താ പ്രസ്ഥാനമായി മാറാൻ അധികം താമസമുണ്ടായില്ല. പണ്ടേ വഹാബി എന്ന് മുദ്രകുത്തപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ എറിയാട്ടു വെച്ചു തന്നെ അതിന്റെ 1ാം വാർഷികം ആഘോഷിക്കപ്പെട്ടു. ഇത്രയും പറഞ്ഞതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമായി. ഇവർ അവകാശപ്പെടുന്ന നവോത്ഥാന നാട്യങ്ങൾ എന്ന് വേണം നമുക്ക് പറയാൻ. അതിന്റെ ഉത്ഭവം ഈ മുസ്ലിം ഐക്യസംഘം മുതൽ കാണുന്നു. അത് നജിദുലുദയം ചെയ്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയധാരയിൽ നിന്ന് ആദർശം ഉൾക്കൊണ്ടവരാണെന്നും ഇവർ വളരെ നേരത്തെ പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. കേട്ടല്ലോ, പണ്ടേ വഹാബി എന്ന് മുദ്ര കുത്തപ്പെടുന്ന വക്കം മൗലവി എന്നാണ് ആ പുസ്തകത്തിൽ അവർ എഴുതി വച്ചിട്ടുള്ളത്. ഇത് അവരുടെ തന്നെ പ്രസിദ്ധീകരണമാണ്. അപ്പോൾ സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ വഹാബി എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഇത് സമസ്ത നേതാക്കന്മാരോ അന്നത്തെ പണ്ഡിതന്മാരോ ഇവരെ ആക്ഷേപിച്ച് വിളിച്ചുകൊണ്ട് നടത്തിയ പേരല്ല വഹാബി എന്നുള്ളത്. സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ, മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ പണ്ടേ വഹാബി എന്ന് മുദ്ര കുത്തപ്പെട്ട ആളാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് ഇവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിലാണ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അപ്പോൾ ഹനീഫ കായക്കൊടി ആ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഐക്യസംഘം രൂപീകരിച്ചു. ആ ഐക്യസംഘം പിന്നീട് പരിണമിച്ച് ഇസ്ലാഹി പ്രസ്ഥാനമായി എന്നൊക്കെ ഇവർ തന്നെയാണ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബിനെ ഇവർക്കിപ്പോൾ തള്ളണമെങ്കിൽ ആരെ തള്ളണം? ഇവരുടെ സ്ഥാപക നേതാക്കൾ തള്ളേണ്ടി വരും. ഇവർ കാര്യമായിട്ടും പഠനം നടത്തുന്നത് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കിതാബുകളെയാണ്. ആ കിതാബ് വെച്ചിട്ടാണ് ഇവർ സുന്നികളെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ആകെ വഹാബിസം പ്രചരിച്ചതും മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ വലിയ നവോത്ഥാന മുന്നേറ്റത്തിനൊക്കെ കാരണമായത് ഇബ്നു അബ്ദുൽ വഹാബാണെന്നൊക്കെ ആ ഒരു പുസ്തകത്തിൽ ഇവർ എഴുതി വച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കാം. ഇന്ത്യയിൽ മുസ്ലിം വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ വിഷയത്തിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി വഹിച്ച പങ്ക് അനിഷേധ്യമത്രേ. എന്നാൽ അതിന്റെ സ്ഥാപകനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1822 ഹജ്ജ് കർമ്മത്തിന് പോയപ്പോൾ മക്കയിൽ നിന്നാണ് ഉത്ബുദ്ധതയുടെ ആവേശം ലഭിച്ചത്. അവിടെ വെച്ച് വഹാബിസം സ്വീകരിച്ചു അത്രേ. ലണ്ടനിൽ വെച്ച് അദ്ദേഹവുമായി കണ്ടുമുട്ടിയ അമീർ അലിയും അബ്ദുൽ വഹാബിന്റെ ചിന്താധാരയിൽ ആകൃഷ്ടരാവുകയും സ്പിരിറ്റ് ഓഫ് ഇസ്ലാം എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥം രചിക്കുന്നതിലേക്ക് അത് വഴി തെളിയിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഉന്മേഷത്തിനും നവോത്ഥാനത്തിനും ഒക്കെ പ്രേരകമാകുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയമാണ് എന്നവർ പറയുന്നു. അപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബാണ് നവോത്ഥാന നായകനെന്നും അദ്ദേഹത്തിൻ്റെ ചിന്താധാര സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലും വിശിഷ്യ കേരളത്തിലും വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചതെന്നുമാണ് ആ പുസ്തകത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ആദ്യകാലത്ത് ഇവർക്ക് വലിയ പ്രേരണയായ മാതൃകാ പുരുഷനാണ് ഇപ്പോൾ ഇവർ തള്ളിപ്പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളുകയല്ലാതെ രക്ഷയില്ല എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ വേറെ നിവൃത്തിയില്ലല്ലോ. എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് തള്ളാനും വയ്യ. അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ മുജാഹിദ് പ്രസ്ഥാനം ചീട്ട് കൊട്ടാര പോലെ തകർന്നു പോകും. ആ ഇബ്നു അബ്ദുൽ വഹാബിൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനമാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം. ആ ഇബ്നു അബ്ദുൽ വഹാബിനെ പൂർണ്ണമായിട്ടും തള്ളിക്കഴിഞ്ഞാൽ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോകും മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞ അതേ അഭിമുഖത്തിൽ തന്നെ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്നത്, ഇബ്നു അബ്ദുൽ വഹാബിനെ നവോത്ഥാന നായകനാക്കി ചിത്രീകരിക്കുന്നത്. ഹനീഫ കായക്കൊടിയുടെ ബാക്കി വീഡിയോ നമുക്കൊന്ന് കാണാം. സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു മഹാനായ മനുഷ്യൻ എന്നുള്ള ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിലാണ് നമ്മൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കാണുന്നത്. അതിലൊരു തർക്കത്തിന്റെ കാരണം ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിലുള്ള ഒരു മസോണിസ്റ്റ് ത്രയങ്ങൾ എന്നൊക്കെ സുന്നികൾ വിശേഷിപ്പിക്കുന്ന അവരുടെ ഒരു പാരമ്പര്യമാണ് ഇവിടുത്തെ മുജാഹിദുകൾ പിൻപറ്റുന്നത് എന്നുള്ളതാണ്. അൽമനാറിലെ ലേഖനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ രണ്ടും കൂടിയാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള സ്വാധീനമുണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആ സ്വാധീനമുണ്ട്, അതേപോലെ ഈജിപ്തിൽ നിന്നുള്ള സ്വാധീനമുണ്ട്.
കാരണം അന്ന് പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾ ഇപ്പം ഇവിടെ അൽമനാർ, അതേ റഷീദ് റിളയുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ അവരെ സ്വാധീനിക്കുകയും ആ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അടിസ്ഥാന സ്രോതസ് എന്താണോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്താണോ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, അതായിരിക്കണം എന്നുള്ളതാണ്. കണ്ടില്ല വൈരുദ്ധ്യം? ആദ്യം ഇബ്നു അബ്ദുൽ വഹാബിനെ സ്വീകരിക്കുന്നില്ല, തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ 2 സ്വാധീനവും ഉണ്ടെന്ന്. 2 എന്ന് വെച്ചാൽ ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്, അതേപോലെ ഈജിപ്തിൽ നിന്ന് റഷീദ് റിള, മുഹമ്മദ് അബ്ദു അവരിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് 2 ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഈ റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഒക്കെ ആരിൽ നിന്നാണ് അവർ ഈ ഒരു ആശയം സ്വീകരിച്ചിട്ടുള്ളത്? അവർ സ്വീകരിച്ചിട്ടുള്ളതും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ഈ 3 പേരും. അപ്പോൾ ഈ മുജാഹിദ് മൗലവിമാർ സത്യത്തിൽ ആരെയാണ് സ്വീകരിക്കുന്നത്? ഇബ്നു അബ്ദുൽ വഹാബിനെ തന്നെയല്ലേ? റഷീദ് റിളയെ സ്വീകരിച്ചാലും മുഹമ്മദ് അബ്ദുവിനെ സ്വീകരിച്ചാലും ജമാലുദ്ദീൻ അഫ്ഗാനിയെ സ്വീകരിച്ചാലും ഇവർ സ്വീകരിക്കുന്നത് ആരെയാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞത് അതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ 2 എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തന്നെയാണ് ഇവർ സ്വീകരിക്കുന്നത്. എന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അല്ല സ്വീകരിക്കുന്നത്, അയാളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയും ചെയ്യുന്നു. ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഈ അഭിമുഖത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, അയാൾ ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ആളല്ലേ, ഒരുപാട് കൂട്ടക്കുരുതികൾ നടത്തിയ ആളല്ലേ, അയാൾ എങ്ങനെയാണ് മാതൃകയാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബിനെ ന്യായീകരിക്കാൻ വേണ്ടി അതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞ് അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങളും അയാൾ ചെയ്തിട്ടില്ല, അതൊക്കെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഹനീഫ കായക്കൊടി. അതൊന്ന് കാണാം. പക്ഷേ 2നും വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ സൗദിയിലൊക്കെ ആണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന, ഈ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഫോളോ ചെയ്യുന്നവർ മാത്രം ശരിയെന്നും മറ്റുള്ളവരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ പോയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല, കുറച്ചുകൂടി ഒരു ലിബറലായ സമീപനമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഫോളോ അപ്പാണ് ഇവിടെ കേരളത്തിൽ നടന്നതെന്നുള്ളതാണ് ചരിത്രപരമായി വായിക്കുമ്പോൾ നമുക്കും മനസ്സിലാവും. അല്ല, അത് ഈ പറഞ്ഞതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രചരണമാണ് ഈ അക്രമം, കൊല, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊന്നത്. സ്വാഭാവികമായും ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഏത് രാജ്യത്തായാലും. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടത്തേക്ക് കടന്നു വന്നു, ഹിന്ദു ഭരണാധികാരികളെ മുസ്ലിം ഭരണാധികാരികൾ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു വസ്തുതാ വിരുദ്ധത ഉണ്ടല്ലോ. അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത്. അതുപോലെ ഈ സൗദി അറേബ്യയും അത് കേന്ദ്രമായി ഭരണം നടത്തുകയും ചെയ്തിരുന്ന ആളുകൾ തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് പോലും വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചപ്പോൾ അവിടത്തേക്ക് മറ്റു ഭരണാധികാരികൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നുള്ളതല്ലാതെ ഇതിനെതിരെ നിൽക്കുന്ന ആളുകളെ മുഴുവൻ കൊന്നൊടുക്കി വന്നു എന്ന ഒരു പ്രചാരണം ശരിയല്ലാത്ത. കണ്ടല്ലോ, 2ഉം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. 2ഉം എന്ന് പറയുന്നത് നേരെ ചെന്ന് മുട്ടുന്നത് ഇബ്നു അബ്ദുൽ വഹാബിലേക്കാണ്. അപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബിനെ എങ്ങനെയാണ് സ്വീകരിക്കുക? അദ്ദേഹം നടത്തിയ കൂട്ടക്കുരുതികളും ആക്രമണങ്ങളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വ്യാജമാണ്, അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങളാണ്, ഇബ്നു അബ്ദുൽ വഹാബ് ചെയ്തതല്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബും സംഘവും ചെയ്ത കൂട്ടക്കുരുതികളും ക്രൂരമായ ആക്രമണങ്ങളൊക്കെ കൃത്യമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ചരിത്രത്തിലേക്കൊന്നും പോകാതെ അത് ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളാണ്, അത് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അയാൾ. എന്നാൽ ഇയാൾ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ചരിത്രങ്ങളിൽ നിന്ന് ഇയാൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ, കാണിക്കാൻ കഴിയുമോ? കഴിയൂല എന്ന് തന്നെയാണ്. കാരണം ഇബ്നു അബ്ദുൽ വഹാബ് അന്ന് നടത്തിയ ആ രക്തച്ചാലുകൾ തീർത്ത പടയോട്ടം കൃത്യമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സൗദി അറേബ്യ തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കുന്ന താരീഖ് മംലക്കത്തുൽ അറബിയത്ത് സൗദിയ എന്ന ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലൊക്കെ അത് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതേപോലെ മക്കയിലെ വലിയ പണ്ഡിതനും ചരിത്രകാരനുമൊക്കെ ആയ സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആ ക്രൂരത കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ. ഇതൊക്കെ പുറം ലോകം അറിഞ്ഞപ്പോൾ അത് തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഭരണമാറ്റവുമായി നടന്ന ആക്രമണങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് രേഖ കാണിക്കാൻ കഴിയണം. ഇബ്നു അബ്ദുൽ വഹാബ് നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾ റഹ്മത്തുള്ളാഹി സഖാഫി എളമരം അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. ഇത് സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന ഗ്രന്ഥമാണ് താരിഖ് മംലക്കത്തുൽ അറബിയത്തി സഊദിയ.
ഇത് അവരൗദ്യോഗികമായി പുറത്തിറക്കുന്ന ഗ്രന്ഥമാണ്. ഇതിന്റെ രചയിതാവ് ഡോക്ടർ അബ്ദുള്ള സ്വാലിഹ് അൽ ഉസൈമീൻ എന്ന സഊദിയിലെ വഹാബി പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ എഴുതി വെക്കുന്നത് കാണാം, പള്ളിയിൽ ജമാഅത്തിന് വരാത്ത ആളുകളെ പിടിച്ച് ശിക്ഷിക്കുക. യഥാർത്ഥത്തിൽ ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളെ സിവിലിയന്മാരെ കൂട്ടി ഒരു കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതാണല്ലോ തീവ്രവാദം, ഭീകരവാദം എന്ന് പറയുന്നത്. ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ സിവിലിയന്മാരെ കൂട്ടായ്മ രൂപീകരിച്ച് ചെയ്യുകയാണ്. നിസ്കരിക്കാത്തവനെ ആക്രമിച്ചു. അതുമാത്രമല്ല, അവിടെ ഇയാൾ ചെയ്ത വലിയ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് അങ്ങനെ ലോക സമൂഹം മുഴുവനും പരിഭ്രമിച്ചു വിറകൊണ്ടുപോയ ഒരു സംഭവം. അതെന്തായിരുന്നു? താലിബാനിൽ നിന്ന് നമ്മൾ കേട്ടതുപോലെ ഒരു പെണ്ണിനെ വ്യഭിചാരം ആരോപിച്ച് പരസ്യമായി എറിഞ്ഞുകൊല്ലുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭരണാധികാരിയല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബും ചില വളണ്ടിയർമാരും ചേർന്ന് നിസ്കരിക്കാത്തവനെ പിടിച്ച് തല്ലുന്നു, കുബ്ബ പൊളിക്കുന്നു, വ്യഭിചാരം ആരോപിച്ച് സ്ത്രീകളെ എറിഞ്ഞുകൊല്ലുന്നു. അങ്ങനെ നിയമം കയ്യിലെടുത്ത് അക്രമ പ്രവർത്തനങ്ങളുമായി ഇയാൾ മുന്നോട്ട് വന്നപ്പോൾ മുസ്ലിം ലോകത്തിന്റെ ശക്തമായ എതിർപ്പുണ്ടായി. അവസാനം ഉയൈനയിൽ നിന്ന് മുഅമ്മറിനെ അവരെ നാട് കടത്തേണ്ടി വന്നു. അങ്ങനെ ഉണ്ടാക്കിയ ആക്രമണങ്ങൾ, അതിന്റെ ഭയാനകത പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഹറമൈനിയുടെ ആധികാരിക ചരിത്രകാരനും പ്രഗത്ഭ പണ്ഡിതനും മുദരിസുമായിരുന്ന മഹാനായ ഷെയ്ഖ് സൈനി ദഹലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഖുലാസത്തുൽ കലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ത്വായിഫിലേക്ക് ഈ ഭീകര സംഘം വന്നുകൊണ്ട് കാണിച്ച ഭീകര പ്രവർത്തനം, വലമ്മാ ദഖലു ത്വായിഫ ഖതലു നാസ ഖത്ലൻ ആമ്മ, ത്വായിഫിൽ വന്ന് ജനങ്ങളെ എല്ലാവരെയും കൊല്ലുകയാണ്. കുട്ടികൾ, മുതിർന്നവർ, തൊഴിലാളികൾ, പണക്കാര്, പണിക്കാര്, പ്രജകൾ, ഭരണാധികാരികൾ എല്ലാരെയും കൊന്നു. ഉമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുരുന്നുകളെ കശാപ്പ് ചെയ്തു. വീട്ടിലിടിച്ചു കയറി അകത്ത് ഒളിച്ചിരിക്കുന്നവരെ പുറത്ത് ചാടിച്ച് അവിടെ നിന്ന് കൊന്നുകളഞ്ഞു. പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു കൂട്ടരും മുദരിസിനെയും പള്ളിയിൽ കണ്ടപ്പോൾ ഒരാളെയും ബാക്കി വെച്ചില്ല, മുദരിസിനെയും കുട്ടികളെയും കൊന്നുകളഞ്ഞു. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആള് സലാം വിട്ടാൻ സമയം കൊടുക്കാതെ റുക്കൂയിലും സുജൂദിലും ഇട്ട് കൊന്നുകളഞ്ഞു. അങ്ങനെ അതാ ഇവരെ സമ്പത്ത് മുഴുവനും പിടിച്ചെടുത്തു. കേട്ടല്ലോ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ അറേബ്യയിൽ നടന്ന ക്രൂരമായ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് റഹ്മത്തുള്ളാഹി സഖാഫി വിവരിച്ചത്. ഇതൊക്കെ കൃത്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും നമുക്ക്. ഇത് കേവലം സുന്നികളായ പണ്ഡിതന്മാർ എഴുതി വെച്ചതല്ല. സൗദി അറേബ്യ ഔദ്യോഗികമായി പുറത്തിറക്കുന്ന താരീഖ് മംലക്കത്തുൽ അറബിയത്തു സൗദി എന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സമസ്ത രൂപീകരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ ജീവിച്ചിരുന്ന വലിയ ചരിത്രകാരനും പണ്ഡിതനുമായ സഹ്നി ദലാൻ തൻ്റെ ഖുലാസത്തുൽ കലാം എന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പണ്ഡിതന്മാർ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്തിന്? ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ സഹോദരനായ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് വരെ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ക്രൂരതകളെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്, ഭരണമാറ്റവുമായി നടന്ന ആക്രമണങ്ങളാണ് എന്നൊക്കെ കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രങ്ങളാണ്. ജനങ്ങൾക്കിതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഇത്തരം വസ്തുതകൾ, ഇത്തരം കൃത്യമായ രേഖകൾ നമുക്ക് മുമ്പിൽ നിലനിൽക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഒരു വശത്ത് തള്ളിപ്പറയുകയും മറ്റൊരു വശത്ത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഇരട്ട മുഖമല്ല ഇവിടെ വ്യക്തമാക്കുന്നത്? ഇത്തരം വൈരുദ്ധ്യങ്ങൾ പറയുന്ന ആളുകളെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? ഇബ്നു അബ്ദുൽ വഹാബിനെയും സംഘത്തെയും അവിടുത്തെ ഭരണാധികാരി നാടുകടത്തിയെന്ന് നമ്മൾ കേട്ടല്ലോ. ഈ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളാണെങ്കിൽ ഒരു സംഘത്തെയോ ഒരു വ്യക്തിയെയോ നാടുകടത്തേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് അറേബ്യയിൽ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെക്കുറിച്ച്. അതൊന്നും വ്യാജമാണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റൂല. ബാക്കി കേൾക്കാം. അവിടെ ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് അവരുടെ മുതലുകൾ പങ്കിട്ടെടുക്കുന്ന അതിനൊരു പ്രത്യേക അറബി പദമൊക്കെ ഉപയോഗിക്കാറുണ്ട്, കനിമത്തുകൾ. അതാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അതിപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണം നമുക്ക് വേഗം മനസ്സിലായാൻ ഈ ഒരു ഉദാഹരണം മതി. ഇപ്പം ഇവിടത്തേക്ക് കടന്നു വന്ന മുസ്ലിം ഭരണാധികാരികൾ,
ചിലപ്പോൾ പലപ്പോഴും അത്തരം ഭരണാധികാരികളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് പോലും ആരായിരിക്കും? രാജാവിനോട് വിരോധമുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ പെട്ട മുസ്ലിം രാജാക്കന്മാരോ അല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടുരാജാക്കന്മാരോ ആവും. അപ്പോൾ ആ അക്രമത്തിൽ സ്വാഭാവികം ലഭിക്കുന്ന യുദ്ധമുതലുകൾ എന്ത് ചെയ്യും? അത് വീതിക്കപ്പെടുമല്ലോ. അതല്ലാതെ മുസ്ലിമും തമ്മിലുള്ള യുദ്ധമല്ല, ഈ മുസ്ലിം അല്ല, അതിനെ സ്വാഭാവികമായും അതുപോലെ അപ്പോൾ ആ വരവിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് യുദ്ധം നടന്നാൽ യുദ്ധമുതലുകൾ വീതിക്കപ്പെടുക എന്നുള്ളത്. ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇബ്നു അബ്ദുൽ വഹാബിനെ ഇയാൾ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണങ്ങളെ അത് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ മാധ്യമപ്രവർത്തകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആ കൊല്ലപ്പെട്ടവരുടെ സമ്പത്തൊക്കെ ഇവർ കൊള്ളയടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾ പറയാണ് അത് സ്വാഭാവികമാണ്. അപ്പോൾ യുദ്ധത്തിൽ ബാക്കി വരുന്ന ഗനീമത്ത് സ്വത്തുക്കൾ ശേഖരിച്ചതാണ് എന്നാണ് ഹനീഫ കായക്കൊടി പറഞ്ഞത്. ഇബ്നു അബ്ദുൽ വഹാബും സംഘവും അന്നൊരു ഭരണാധികാരി ആയിട്ടില്ല. അന്ന് ഭരണാധികാരികൾ തമ്മിൽ നടന്ന ഒരു യുദ്ധമൊന്നും അല്ല അന്ന് നടന്നത്. പിന്നെ എങ്ങനെയാണ് ഗനീമത്ത് സ്വത്ത് ഉണ്ടാവുക? നിസ്കരിക്കുന്ന ആളുകളെ പള്ളിയിൽ പോയി വെട്ടിക്കൊല്ലുക, സുജൂദിൽ കിടന്നുകൊണ്ട് വെട്ടിക്കൊല്ലുക, ഉമ്മമാരെ ഒക്കത്ത് വെച്ച കുട്ടികളടക്കം വെട്ടിക്കൊല്ലുക, ഇതാണോ യുദ്ധമെന്ന് പറയുന്നത്? ഇത് ഭരണാധികാരികൾ നടത്തുന്ന യുദ്ധം പോലെയാണോ? ഇന്ന് ഇസ്രായേലി ഭരണകൂടം നെതന്യാഹു നടത്തുന്ന പൈശാചികമായിട്ടുള്ള ക്രൂരമായ ആക്രമണങ്ങൾക്ക് തുല്യമാണ് അന്ന് ഇബ്നു അബ്ദുൽ വഹാബും സംഘവും ചെയ്തിട്ടുള്ളത്. ഗസയിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സമാനമായ ആക്രമണങ്ങൾ തന്നെയാണ് അന്ന് അറേബ്യയിൽ ഇബ്നു അബ്ദുൽ വഹാബും കൂട്ടരും നടത്തിയിട്ടുള്ളത്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ വീഡിയോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ബീരങ്കിയും തോക്കും ഇല്ലാത്തത് കൊണ്ട് വാളുകൊണ്ടായിരുന്നു അവരൊക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും ഇയാൾ പറയുന്നത് പോലെ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഭരണമാറ്റവുമായി നടന്ന ആക്രമണങ്ങളാണ് അതൊക്കെ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ആയിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരടക്കം സ്ത്രീകളെയും കുട്ടികളെയും വരെ അവർ കൊലപ്പെടുത്തി അവരുടെ സ്വത്തുകൾ കൊള്ളയടിച്ചതൊന്നും ഇത്തരത്തിൽ വലിയ കൊലയും കൊള്ളയും നടത്തിയ ഒരാളെയാണ് ഇവർ നവോത്ഥാന നായകനാക്കി ചിത്രീകരിക്കുന്നത്, മാതൃകാ പുരുഷനാക്കി കൊണ്ടു നടക്കുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് നടത്തിയ ആക്രമണങ്ങൾ റഹ്മത്തുള്ളാഹി സഖാഫിയുടെ മരം ഇനിയും വായിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ തന്നെ എഴുതി വെച്ച പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. അങ്ങനെ അതാ ഇവരെ സമ്പത്ത് മുഴുവനും പിടിച്ചെടുത്തു. വബഅദ ജംഇഹിം തിൽകൽ അംവാൽ അല്ലത്തി അഖദുഹാ മിന ത്വായിഫ്, ത്വായിഫിൽ നിന്ന് മുസ്ലിങ്ങളെ കൊന്ന് പിടിച്ചെടുത്ത സമ്പത്ത് അഖ്റജു മിൻഹൽ ഖുമുസ ലിൽ അമീർ, അതിന്റെ 1/5 മുഹമ്മദ് ബിൻ സഊദിന് അയച്ചു കൊടുത്തിട്ട് വഖതസമുൽ ബാഖിയ കമാ തുഖ്സമു അനായിമുൽ കുഫാർ, അവിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്താൽ ആ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ് മുസ്ലിമീങ്ങളെ സമ്പത്ത് ഇവർ കൊള്ളയടിച്ചത്. ഈ വിധത്തിൽ ഇസ്ലാമിക ലോകത്ത് ചോരച്ചാലുകൾ തീർത്ത ഒരു ഭീകര സംഘമായിരുന്നു ഇവര്. നവോത്ഥാനത്തിന്റെ വലിയ കുട്ടിഘോഷം കാണിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അവരുടെ വഹാബിസവും ഇതൊന്നും പുറലോകം ആദ്യകാലത്ത് അറിഞ്ഞിരുന്നില്ല. അതറിഞ്ഞപ്പോൾ ഈ രക്തപ്പാടുകൾ മായ്ച്ചു കളയാൻ കഴിയാത്ത ഒന്നാണെന്ന് ബോധ്യം വന്നപ്പോ കുടഞ്ഞൊഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കതൊന്നുമായി ബന്ധമില്ല എന്ന് ഇപ്പോൾ അവർ പറയേണ്ടി വന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അതിനെ സംബന്ധിച്ച് ഇബ്രാഹിം മുറാവി അർ-റിഫായി ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം. വമിൻ അഅ്ലമി മർതകബുഹു ഇൻദ ഇഖ്തിലാലിഹിം ത്വായിഫ അൽ ഫഅലത്തല്ലത്തി ഫഅലുഹാ ബിഅഹ്ലി തിൽകൽ ബൽദ, ആ ത്വായിഫിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ ലോകത്തെ മുഴുവനും വറകൊള്ളിച്ച അവർ ചെയ്ത ഭീകര കൃത്യത്തിൽ ഒരുപാട് പണ്ഡിതന്മാർക്ക് ജീവൻ പോയിട്ടുണ്ട്. സയ്യിദ് അബ്ദുല്ലാഹി സവാവി അവർ കൊന്നുകളഞ്ഞ ആളാണ് മുഫ്തി ഷാഫിഇയ്യ ബി മക്ക, മക്കയിലെ ഷാഫി മദ്ഹബിന്റെ മുഫ്തിയായിരുന്നു. വശൈഖ് അബ്ദുല്ല അബുൽ ഖൈർ ഖാളി മക്ക, മക്കയിലെ ഖാളിയായ അദ്ദേഹത്തെ കൊന്നു. ഷെയ്ഖ് സുലൈമാനുൽ മുറാദ് ത്വായിഫിലെ ഖാളിയെ കൊന്നു. സയ്യിദ് യൂസുഫ് സവാവി, അദ്ദേഹത്തിന് അന്ന് 80-ലേറെ വയസ്സുണ്ട്, അദ്ദേഹത്തെ കശാപ്പ് ചെയ്തു. ഷെയ്ഖ് ഹസനു ഷൈബി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അർ-റിസാലത്തുൽ ഔറാഖിയത്തുൽ ബഗ്ദാദിയ എന്ന ഗ്രന്ഥത്തിൽ ഇത് നമുക്ക് കാണാം. ഇങ്ങനെ പണ്ഡിതരെയും സാധാരണക്കാരെയും എല്ലാവരെയും ശിർക്ക് കൊലവിളി നടത്തി കശാപ്പ് ചെയ്ത് സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് ഭീകര പ്രവർത്തനം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ വഹാബിസം. ഇവരുടെ ഭീകരത വളരെയേറെ മുന്നോട്ട് പോയി. ഇവര് തന്നെ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ശില്പികളിൽ നിന്ന ഈ മൊയ്ദ് മൗലവി, അദ്ദേഹത്തിന്റെ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന ഗ്രന്ഥത്തിന്റെ 68-ാമത്തെ പേജിൽ ഇവര് ചെയ്ത ഭീകരതയെ രേഖപ്പെടുത്തുന്നത് അതൊക്കെ ആവേശപൂർവ്വം എഴുതി വെച്ചതാ, അഭിമാനത്തോടെ എഴുതി വെച്ചതാന്ന്. അതാണ് ഇന്ന് ഇവർ കുടഞ്ഞു കളയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഇതെന്താ, ഹിജറ 1318 മുഹറം 1803 ഏപ്രിൽ 3 ഇബ്നു അബ്ദുൽ അസീസ് വിജയബേരി മുഴക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിലേക്ക് പ്രവേശിച്ചു. പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടങ്ങിയ അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും
കുബ്ബകളും പൊളിച്ചു നീക്കി. പിറ്റത്തെ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്തതുപോലെ പ്രവൃത്തികൾ ചെയ്തു. ഖബറുകളുടെ കൊബ്ബ പൊളിച്ചു നീക്കിയത് വലിയ എതിർപ്പിന് കാരണമായി. ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പിൻഗാമിയാണ് കേട്ടോ. ഇബ്നു അബ്ദുൽ വഹാബ് രൂപീകരിച്ച അൽ ഇഖ്വാൻ എന്ന സംഘത്തിൻ്റെ തലവനാണ് ഇബ്നു അബ്ദുൽ അസീസ്. അത് ഇബ്നു അബ്ദുൽ വഹാബ് അല്ലല്ലോ എന്ന് ആരും ചിന്തിക്കേണ്ട. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പിൻഗാമി തന്നെയാണ്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ അതേ ആശയധാരയിൽ ജീവിക്കുന്ന ആ സംഘത്തിൻ്റെ തലവനാണ് ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്നത്. എത്ര പണ്ഡിതന്മാരെയാണ് ഇവർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വരെ ഇവർ വെറുതെ വിട്ടോ. എങ്ങനെയാണ് അവരൊക്കെ കൊലപ്പെടുത്തിയത്? പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന സമയത്ത് കഴുത്ത് വെട്ടിക്കൊല്ലുക, സുജൂദിലും റുക്കൂയിലുള്ള സമയത്ത് പെരടിക്ക് വെട്ടിക്കൊല്ലുക, ഒന്ന് സലാം വീട്ടാൻ പോലും അനുവദിക്കാതെ നടത്തുന്ന ഈ കൊലപാതകം എത്ര ക്രൂരമാണ്. കുട്ടിയെ ഒക്കത്ത് പിടിച്ച് നിൽക്കുന്ന ഉമ്മയെയും കുട്ടിയെയും ഇവർ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. ഇന്ന് ഇസ്രായേൽ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളെക്കാൾ ഭീകരമാണെന്ന് ഒരു പക്ഷേ ഇതിന് പറയേണ്ടി വരും. ഈ സംഘത്തിൻ്റെ തലവനെയാണ്, ഈ വഹാബി പ്രസ്ഥാനത്തെയാണ് നവോത്ഥാന നായകരെന്ന് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വലിയ മാതൃകാ പുരുഷനായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം ഹനീഫ കായക്കൊടി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും അന്ധമായിട്ട് അനുകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളെ പോലും ഞങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന്. അതൊന്ന് കേൾക്കാം. അബ്ദയായാലും ഇനി അതല്ലെങ്കിൽ പിന്നെ റഷീദ് അലിയായാലും അവരുടെ പ്രമാണ വിരുദ്ധമായ വീക്ഷണങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാറ്റിവെക്കാറുണ്ട്. കാരണം അതിനേക്കാൾ വലിയ പണ്ഡിതന്മാരായിരുന്നല്ലോ ഈ മദ്ഹബിന്റെ ഇമാമുകൾ. അതെ, ഈ മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് പറഞ്ഞ ഇവരെക്കാളൊക്കെ വലിയ പണ്ഡിതർ. അതിനെപ്പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അന്ധമായി സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബ്നു അബ്ദുൽ വഹാബിനെയും അതുപോലത്തെ പണ്ഡിതന്മാരെയൊന്നും ഞങ്ങൾ അന്ധമായിട്ട് അനുകരിക്കുന്നില്ല, മദ്ഹബിൻ്റെ ഇമാമിയങ്ങളെ പോലും ഞങ്ങൾ അന്ധമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ മുജാഹിദ് മൗലവിമാരെ അണികൾ അന്ധമായിട്ട് അനുകരിക്കുക തന്നെ വേണം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാർ അവർ കിതാബ് നോക്കിയിട്ടല്ലല്ലോ അതിൽ പ്രവർത്തിക്കുന്നത്. എല്ലാവരും ഖുർആനും ഹദീസും ഒക്കെ മനഃപ്പാഠമാക്കി കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ അതിൽ പ്രവർത്തിക്കുന്നത്? അവർ മൗലവിമാർ പറയുന്നത് അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ മൗലവിമാരെ അന്ധമായിട്ട് വിശ്വസിക്കണം. എന്നാലോ മദ്ഹബിൻ്റെ ഇമാമിങ്ങളെയൊന്നും അന്ധമായിട്ട് അംഗീകരിക്കേണ്ടതാണ്. ഇതൊക്കെയല്ലേ പൗരോഹിത്യം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ അന്ധമായിട്ട് അംഗീകരിക്കുന്നില്ല, ഈ മൗലവിമാർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കണം, അത് അന്ധമായിട്ട് വിശ്വസിക്കുക തന്നെ വേണം. എന്തൊരു പൗരോഹിത്യമാണത്? അപ്പോൾ ഇവർ പറയുന്നത് ഈ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കൊന്നും അവർക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണോ? അവരൊന്നും ഈ ഖുർആനും ഹദീസും നോക്കാതെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണോ? ഖുർആനും ഹദീസും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണോ ഈ മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊരു വലിയ വിഡ്ഢിത്താണത്. പിന്നെ ഇബ്നു അബ്ദുൽ വഹാബിനെ അന്ധമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ വെറുതെ പറയാണ്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഏതെങ്കിലും കാര്യം ഇവർ തള്ളിയതായിട്ട് ചരിത്രത്തിലുണ്ടോ? ഒന്നും കാണിക്കാൻ കഴിയില്ല. ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ ഒരു കാര്യം അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തെ ഉദാഹരിക്കാൻ ഇവർക്ക് കഴിയുമോ? വെറുതെ പറയാണ് ഇബ്നു അബ്ദുൽ വഹാബിനെ അന്ധമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ. അന്ധമായിട്ട് തന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബിനെ ഇവർ അംഗീകരിക്കുന്നത്. അതിൻ്റെ സോഴ്സ് എവിടെന്നോ അതിൻ്റെ ആധികാരികതയൊന്നും ഇവർ പരിശോധിച്ചിട്ടല്ല ഇബ്നു അബ്ദുൽ വഹാബിനെ ഇവർ പിൻപറ്റുന്നത്. എത്ര ഇമാമിങ്ങളുടെ പേരിലാണ് ഇവർ വ്യാജമായ ഇബാറത്ത് ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇമാമിങ്ങളെ അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ലല്ലോ. ആ ഇമാമിങ്ങളുടെ പേരിൽ വ്യാജമായ ഇബാറത്ത് നിർമ്മിച്ച് ജനങ്ങളെ വിശ്വസിപ്പിക്കാം, എന്നിട്ട് ജനങ്ങൾ ഇവരെ അത് അന്ധമായിട്ട് വിശ്വസിക്കണം. ഇമാമിങ്ങളെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ അതൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇത് പറയുന്ന മൗലവിമാരെ അന്ധമായിട്ട് കണ്ട് വിശ്വസിക്കുക. അടുത്ത കളവെന്ന് കേൾക്കാം. ഏതെങ്കിലും പള്ളികളുടെ മുമ്പിൽ നിങ്ങൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്നുള്ള ബോർഡ് കണ്ടിരുന്നോ? ഇപ്പോഴാണ് വരാൻ തുടങ്ങി. ഒരു 10-15 കൊല്ലമായിട്ടുള്ളൂ. ഇപ്പോഴും മുജാഹിദ് പള്ളികൾക്ക് മുമ്പിൽ സ്ത്രീകൾക്ക് സൗകര്യം എന്നുള്ള സ്ത്രീകൾ എന്നുള്ള ബോർഡ് ഉണ്ടാവും. പക്ഷേ സുന്നികളുടെ പള്ളിയുടെ മുമ്പിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്ന് പ്രത്യേകമായി ഒരു ബോർഡ് വെച്ച് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സൗകര്യം, ഇങ്ങനെ പല വിഷയങ്ങളിലും. അതേപോലെ ഖുതുബ, മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു തർക്കമായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന, അത് മലയാളത്തിലാണോ അല്ലേ, അത് മലയാളത്തിൽ പാടില്ല എന്ന് പറഞ്ഞവർ പിന്നെ ഈ മിമ്പറിന്റെ മുകളിൽ നടത്താൻ പാടില്ല, അതിന്റെ താഴെ വെച്ച് എന്ത് ചെയ്യാം, എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രസംഗം നടത്തി. അതിനെ പിന്നെ അത് അധികവും തുടങ്ങിയത് EK വിഭാഗത്തിന്റെ പള്ളിയിലായിരുന്നു. അപ്പോൾ അതിന് AP വിഭാഗം അതിനെ ആക്ഷേപപൂർവ്വം പറഞ്ഞത് തറപ്രസംഗം, തറയിൽ വെച്ചാണ്, മിമ്പറിന്റെ പോലെ നടത്താൻ പാടില്ല, തറയിൽ വെച്ച് നടന്ന തടപ്രസംഗത്തിന്റെ ആളുകളായി. ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങി വെച്ച ആ ഒരു ദൗത്യം
ഏറ്റെടുക്കാൻ സുന്നികളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു എന്നത് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ഇവിടെ പുതിയ ആചാരം എന്ന് മുജാഹിദികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, എന്താണ് മുജാഹിദികൾ പുതിയതായി ഉണ്ടാക്കുന്നത്? കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി, കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നാണ് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി പോകുന്നത്. 4 കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. ഓരോന്നിനും പെട്ടെന്ന് മറുപടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന ബോർഡ് സുന്നി പള്ളികളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത് മുജാഹിദിനെ പിൻപറ്റിയത് കൊണ്ടല്ലേ? ആദ്യകാലത്ത് സുന്നി പള്ളികളിൽ അതുണ്ടായിരുന്നില്ലല്ലോ എന്നാണ് അയാൾ ചോദിച്ചത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, ആദ്യകാലത്ത് സ്ത്രീകൾ വ്യാപകമായി ഇങ്ങനെ യാത്ര ചെയ്യാറില്ലായിരുന്നു. അന്ന് വാഹന സൗകര്യങ്ങൾ കുറവായിരുന്നു, റോഡ് കുറവായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവർക്കും സമ്പത്ത് വർദ്ധിച്ചു, സൗകര്യങ്ങൾ വർദ്ധിച്ചു, എല്ലാവർക്കും വാഹനങ്ങളായി. അപ്പോൾ ഇന്ന് കുടുംബസമേതം യാത്ര പോകുന്നത് വ്യാപകമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് പുറത്ത് നിസ്കരിക്കാൻ മറ്റ് സൗകര്യങ്ങളുണ്ടാവില്ല. പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. അതാണ് സുന്നി പള്ളികളിലൊക്കെ കാണുന്ന ബോർഡുകൾ. മുജാഹിദുകൾ ചെയ്യുന്നത് എന്താണ്? സ്ത്രീകളെ ജുമാ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നു. യാത്ര പോകുമ്പോൾ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നതല്ലല്ലോ മുജാഹിദുകൾ ചെയ്യുന്നത്. സ്ത്രീകളെ ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഇന്നും ഒരു സുന്നിയും ചെയ്യുന്നില്ല. അത്രയും വിഷയങ്ങളിൽ മുജാഹിദിനെ പിൻപറ്റുന്നുണ്ട്, അനുകരിക്കുന്നുണ്ട് എന്നൊക്കെ ഇയാൾ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇനി ഒരു സ്ത്രീക്കും പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് ഏതെങ്കിലും സുന്നി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് സ്ത്രീകൾക്ക് ഉത്തമം എന്ന ഹദീസ് നിലനിൽക്കെ, എന്ന വസ്തുത നിലനിൽക്കെ ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവേണ്ട കാര്യമെന്താ എന്നേ പണ്ഡിതന്മാർ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു നിലക്കും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നോ പോകാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ ജനങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? മുജാഹിദ് വിഭാഗം ഖുതുബ മലയാളത്തിലാക്കി. സുന്നികൾ അതിനെ ആദ്യകാലത്ത് എതിർത്തു. എന്നാൽ സുന്നികളിലെ ഒരു വിഭാഗം ഇപ്പോൾ ഖുതുബയ്ക്ക് മുമ്പ് മിമ്പറിന് താഴെ വെച്ച് മലയാളത്തിൽ പ്രസംഗിക്കുന്നുണ്ട്, തറപ്രസംഗം എന്ന പേരിൽ. അത് മുജാഹിദിൻ്റെ പാത പിന്തുടർന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ മുജാഹിദിൻ്റെ പാത പിന്തുടർന്നാവുക? കാരണം ഖുതുബ എന്ന് പറയുന്നത് ജുമുഅയുടെ ഒരു ഭാഗമാണ്. അതിന് കൃത്യമായ ഷർത്തും ഫർളുണ്ട്, അതിന് കൃത്യമായ ഭാഷയുണ്ട്, ഒരുപാട് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അത് നിർബന്ധമായും നടത്തിയിരിക്കണം. എന്നാൽ ഈ മിമ്പറിന് താഴെ വെച്ച് നടത്തുന്ന തറപ്രസംഗമോ അല്ലെങ്കിൽ ജുമയ്ക്ക് ശേഷം നടത്തുന്ന മലയാള പ്രഭാഷണമൊന്നും ആ ഖുതുബയിൽ പെടുത്താൻ പറ്റുമോ? അതിന് യാതൊരു ഷർത്തും ഫർളുമില്ല. അത് എങ്ങനെ വേണമെങ്കിലും നടത്താം. ഇനി നടത്തിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതൊന്നും ഖുതുബയുമായി ബന്ധപ്പെടുത്താൻ പറ്റില്ല. AP സമസ്തയിൽ നിന്നും ആ തറപ്രസംഗം നടത്തുന്നേ ഇല്ല. അപ്പോൾ ഈ തറപ്രസംഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദിനെ അനുകരിക്കുന്നുണ്ട് എന്ന പച്ചക്കള്ളം പറഞ്ഞതുകൊണ്ടൊന്നും ജനങ്ങളത് അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ അയാൾ ചോദിച്ചെന്താണ്? മുജാഹിദുകൾ എവിടെയാണ് ഇവിടെ പുതിയ ആചാരം കൊണ്ടുവന്നിട്ടുള്ളത്? മുജാഹിദുകളെ ബിദൈകൾ എന്ന് സുന്നികൾ വിളിക്കുന്നുണ്ടല്ലോ, അതിന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയാണ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? മുത്തുനബിയും സഹാബത്തും ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് നോക്കാം. എല്ലാ കാര്യങ്ങളും കൂടെ പറയാനിപ്പോൾ സമയം ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്, ഖുതുബ മലയാളത്തിലാക്കി. മുത്തുനബിയും സഹാബത്തും ചെയ്യാത്ത കാര്യമാണ്. ഈ അടുത്ത കാലത്താണ് ഖുതുബ മലയാളത്തിൽ വന്നിട്ടുള്ളത്. 1400 വർഷം മുമ്പ് കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. എന്നാൽ ഖുതുബ മലയാളത്തിൽ വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. അത് മുത്തുനബിയും സഹാബത്തും ചെയ്യാത്ത കാര്യമാണ്, ഇവർ പുതുതായി കൊണ്ടുവന്നതാണ്. 2, തറാവിഹി 8 റക്അത്താക്കി ചുരുക്കി. ഇത് മുത്തുനബിയോ സഹാബത്തോ ചെയ്യാത്ത കാര്യമാണ്. കേരളത്തിൽ തന്നെ അടുത്ത കാലത്താണ് തറാവിഹി 8 റക്അത്താക്കി കൊണ്ടുവന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ തറാവിഹി 20 റക്അത്ത് തന്നെയായിരുന്നു നമ്മുടെ നാട്ടിൽ നിസ്കരിച്ചിരുന്നത്. മുത്തുനബിയും സഹാബത്തും 8 റക്അത്ത് നിസ്കരിച്ചതിന് യാതൊരു തെളിവുമില്ല. 20 റക്അത്തായിരുന്നു അവർ നിസ്കരിച്ചിരുന്നത്. അപ്പോൾ മുത്തുനബിയും സഹാബത്തും ചെയ്യാത്ത കാര്യം രണ്ടാമതായി ഇവർ കൊണ്ടുവന്നത് തറാവിഹി 8 റക്അത്താക്കി ചുരുക്കി എന്നതാണ്. മൂന്നാമത്, ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ ഷിർക്കാക്കി മാറ്റി. മുത്തുനബിയും സഹാബത്തും ചെയ്യാത്ത കാര്യമാണ്. നിരവധി സുന്നത്തായ സൽക്കർമ്മങ്ങൾ ഷിർക്കാക്കി മാറ്റുന്നത് മുത്തുനബിയും സഹാബത്തും ചെയ്തിട്ടില്ല. അത് ഇവർ പുതുതായി കൊണ്ടുവന്നതാണ്. നാലാമത്തത്, നിസ്കാരത്തിൽ കൈ കെട്ടുന്ന വിഷയം. ഇവർ കെട്ടുന്നത് എങ്ങനെ നമുക്കറിയാലോ. ആ ഒരു രീതി പുതുതായി ഇവർ കൊണ്ടുവന്നതാണ്. മുത്തുനബിയോ സഹാബത്തോ അത് പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ മുൻഗാമികളൊന്നും അത് കാണിച്ചു തന്നിട്ടില്ല. ഇത് ഇവർ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഇവരുടെ ഗവേഷണത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞ നാലാമത്തെ കാര്യം എന്താണ്? കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടത് എന്നാണ്.
അതൊരിക്കലും ശരിയല്ല. ഇതൊക്കെ പച്ച കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഈ പുത്തനാശയക്കാർ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളോ പണ്ഡിതന്മാരോ ഒന്നും കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിച്ചതായിട്ട് ഒരു രേഖയും കാണാൻ സാധിക്കില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ ഷിർക്കാണ്, ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മുശ്രിക്കാക്കി മാറ്റുമ്പോൾ അതിൻ്റെ അപകടമറിയാതെ സാധാരണക്കാരായ ആളുകൾ അതിൽ പെട്ടുപോയപ്പോൾ അത് തടയാനും ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. അതല്ലാതെ ഇവർ പറയുന്നത് പോലെ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് രൂപം കൊണ്ട ഒന്നല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോൾ ഇത്തരത്തിൽ പച്ചക്കള്ളവും ഒരുപാട് വൈരുദ്ധ്യങ്ങളും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ അഭിമുഖത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. ആ അഭിമുഖം കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് നമ്മൾ ഒരിക്കലും വഴങ്ങിക്കൊടുക്കരുത്. അതിനെ കൃത്യമായി ചോദ്യം ചെയ്യണം, തുറന്ന് കാണിക്കുക തന്നെ ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കണ്ടവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.